എല്ലാവർക്കും നമസ്കാരം. ബി.ജെ.പിയുമായുള്ള രഹസ്യധാരണ, ചവറ്റുകുട്ടയിൽ എറിയേണ്ട പദ്ധതി, അറബിക്കടലിൽ കൊണ്ടുപോയി താക്കേണ്ട പദ്ധതി, ഇങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു കേന്ദ്ര പദ്ധതിയെ കോൺഗ്രസും മുസ്ലിം ലീഗും എതിർക്കുന്നു. എന്നിട്ടിപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ ആ പദ്ധതി യാതൊരു വിധത്തിലുള്ള സങ്കോചവും കൂടാതെ നടപ്പാക്കാനായിട്ട് ഈ രണ്ട് പാർട്ടികളും നേതൃത്വം നൽകുന്ന സർക്കാർ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇത് കേവലം PM ശ്രീയുടെ കഥയല്ല, മറിച്ച് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അധികാരത്തിൽ ഇല്ലാത്തപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുകയും അധികാരത്തിൽ വരുന്ന സമയത്ത് ടേൺ എടുക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് മാറ്റത്തിൻ്റെ കഥ കൂടിയാണ്. സത്യത്തിൽ PM ശ്രീ അഥവാ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പദ്ധതി രാജ്യത്തെ 15,000-ഓളം സ്കൂളുകളെ മാതൃകാ സ്കൂളുകളായി ഉയർത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സയൻസ് ലാബുകൾ, വൊക്കേഷണൽ ലാബുകൾ, ഗ്രീൻ സ്കൂൾ ഇനിഷ്യേറ്റീവുകൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. കേന്ദ്രവും സംസ്ഥാനവും 60-40 അനുപാതത്തിൽ പണം മുടക്കുന്ന സമഗ്ര ശിക്ഷാ ഫണ്ടുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീമാണ് PM ശ്രീ. ഇതിൽ എവിടെയാണ് രാഷ്ട്രീയം? കുട്ടികൾക്ക് നല്ല ലാബ്, നല്ല ക്ലാസ് മുറി, നല്ല ഫെസിലിറ്റീസ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ഇത് കിട്ടുന്നതിൽ എന്ത് തരത്തിലുള്ള കാവ്യവൽക്കരണ അജണ്ടയാണുള്ളത്? ഓരോ പോയിന്റിലും ഈ ചോദ്യം, കാവ്യവൽക്കരണം എന്നുള്ള ഒരു അജണ്ടയാണ് PM ശ്രീ എന്നുള്ള ഇവരുടെ ആരോപണത്തിനെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളെ ഓരോന്നിനെയും വിലയിരുത്താൻ. എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മറ്റെല്ലാ UDF കക്ഷികളുടെയും ഇരട്ടത്താപ്പ് എന്നതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. 2025 ഒക്ടോബർ മാസം 23-ാം തീയതിയാണ് അന്നത്തെ LDF സർക്കാർ PM ശ്രീയുടെ ധാരണാപത്രം ഒപ്പിടുന്നത്. ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ, മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI പോലും അറിയിക്കാതെയാണ് ഇത് ഒപ്പിട്ടത് എന്നുള്ള ഒരു ആരോപണം അന്ന് തന്നെ ശക്തമായി വന്നിരുന്നു. ഈ അവസരം ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചത് CPIയും കോൺഗ്രസുമാണ്. അന്ന് പ്രതിപക്ഷത്തായിരുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വം ഇതിനെ പിന്നാമ്പുറത്തെടുത്തിരിക്കുന്ന ഒരു തീരുമാനം, രഹസ്യ അജണ്ടയുടെ ഭാഗം എന്നൊക്കെ വിശേഷിപ്പിച്ചു. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഉൾപ്പെടെ അവർ പറഞ്ഞിരുന്നത് ഇത് ചവറ്റുകുട്ടയിൽ കൊണ്ടുപോയി എറിയേണ്ടുന്ന പദ്ധതിയാണ്, അതേപോലെ അറബിക്കടലിൽ കൊണ്ടുപോയി മുക്കേണ്ടുന്ന പദ്ധതിയാണ് എന്നെല്ലാമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ നയങ്ങളോട് സമരസപ്പെടുന്ന നീക്കമാണ് LDF സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു രാഷ്ട്രീയ ആരോപണം കൂടി ഇവരുയർത്തി. മുസ്ലിം ലീഗിൻ്റെ നിലപാടും ഇതുതന്നെയായിരുന്നു. PM ശ്രീ ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രത്തിൻ്റെ പ്രത്യയശാസ്ത്ര അജണ്ട അഥവാ കാവ്യവൽക്കരണ അജണ്ട സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കുന്നതിനാണ് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ വിമർശനം. ഇത് കുട്ടികളെക്കുറിച്ചല്ല, മറിച്ച് കാവ്യവൽക്കരണത്തെക്കുറിച്ചാണ് എന്നാണ് അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വാദം. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പ്രചരണഘട്ടത്തിൽ ഈ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാനായി BJPയെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM സർക്കാർ സഹായിക്കുന്നത് എന്നൊക്കെയുള്ള പല പ്രചരണ വാക്യങ്ങളും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കേട്ടിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പെല്ലാം കഴിയുന്നു. UDF അധികാരത്തിൽ വരുന്നു. മുഖ്യമന്ത്രിയായി ശ്രീ VD സതീശൻ അധികാരം ഏറ്റെടുക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം എന്നുള്ള പോർട്ട്ഫോളിയോ മുസ്ലിം ലീഗിന് കിട്ടുകയും ചെയ്യുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ കഴിഞ്ഞ ജൂൺ 17-ാം തീയതി ഒരു 4-അംഗ കമ്മിറ്റിയെ രൂപീകരിച്ച് പഠനം നടത്താനായിട്ട് സർക്കാർ തീരുമാനിക്കുന്നു. അതിനുശേഷം ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞ് ജൂലൈ 30-ാം തീയതി UDF സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു, PM ശ്രീ പദ്ധതി കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ നടപ്പാക്കും. മുസ്ലിം ലീഗും ഈ തീരുമാനത്തിന് സമ്മതം മൂളുന്നു. ഏറെ പഴക്കമില്ലാത്ത ഒരു കാലത്ത് കാവ്യവൽക്കരണം, സാഫ്രണൈസേഷൻ, വലതുപക്ഷവൽക്കരണം, സംഘിവൽക്കരണം, RSS വൽക്കരണം എന്നൊക്കെ ഓമനപ്പേരിട്ട് ഇവർ തന്നെ വിളിച്ചിരുന്ന പദ്ധതിയെ ഇപ്പോൾ അതേ രൂപത്തിൽ തന്നെ കേരളത്തിൽ നടപ്പാക്കാനായിട്ട് ഇവർ തീരുമാനിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ടേൺ അഥവാ മലക്കം മറിച്ചിൽ? മുഖ്യമന്ത്രിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും ഒറ്റവരി വിശദീകരണം ഇതാണ്: മുൻ LDF സർക്കാർ MOU ഒപ്പിട്ട് കഴിഞ്ഞു, അതുകൊണ്ട് പിന്മാറാനായിട്ട് ഞങ്ങൾക്ക് വേറെ വകുപ്പുകളില്ല. UDFൻ്റെ കൺവീനറും കോൺഗ്രസിൻ്റെ MPയുമായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശ് തന്നെ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മുൻ സർക്കാർ ഒപ്പിട്ട ഒരു ധാരണാപത്രം കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പ്രയാസമാണ്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട എക്സ്ക്യൂസ്. അതായത് ഈ പദ്ധതി ഇവർ നടപ്പാക്കുന്നതിന് ഇപ്പോഴും അവർ CPMനെയാണ് കുറ്റം പറയുന്നത്. അതല്ലാതെ തങ്ങളുടെ ഭാഗത്തു നിന്ന് നടത്തിയിരിക്കുന്ന ഒരു ടേണിനെക്കുറിച്ച്, മലക്കം മറിച്ചിലിനെക്കുറിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പോലും കോൺഗ്രസ് തയ്യാറല്ല. ഇവരുടെ വാദങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കിനി പരിശോധിക്കണം. ഇവിടെയാണ് സത്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ജൂലൈ മാസം 29-ന് രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ശ്രീ ജയന്ത് ചൗധരി ഒരു മറുപടി നൽകി. ചോദ്യം ഉന്നയിച്ചത് മുസ്ലിം ലീഗിൻ്റെ MPയായ ശ്രീ അബ്ദുൾ വഹാബും കോൺഗ്രസിൻ്റെ MPയായിട്ടുള്ള ശ്രീമതി ജബി മേത്തറുമാണ്. ചൗധരിയുടെ മറുപടി വളരെ വ്യക്തമായിരുന്നു. MOU ഒപ്പിടാത്ത സംസ്ഥാനങ്ങൾക്കോ ഒപ്പിട്ടതിന് ശേഷം ഈ സ്കീമിൽ നിന്ന് പിന്മാറുന്ന സംസ്ഥാനങ്ങൾക്കോ ഉള്ള ഒരേ ഒരു പ്രത്യാഘാതം മാത്രമേ ഉള്ളൂ: സ്കീമിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്നത് മാത്രം. മറ്റ് ഫണ്ടുകൾ ലഭിക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്.
അതായത് പഴയ സർക്കാർ MOU ഒപ്പിട്ടു എന്ന കാരണത്താൽ അത് തുടർന്നു പോകേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള ബാധ്യതയും ഇപ്പോഴത്തെ സർക്കാരിനില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ചൗധരി പറഞ്ഞത്, കേരളം ഇതുവരെ സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ല, സ്കൂൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ല, PM ശ്രീയുടെ പ്രത്യേക ഫണ്ട് 1 രൂപ പോലും കേരളത്തിലെ സ്കൂളുകൾക്ക് ലഭിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ ചോദ്യം ഇതാണ്, MOU ഒപ്പിട്ടു എന്നതുകൊണ്ട് മാത്രം നിയമപരമായി ഒരു ബാധ്യതയുമില്ലാത്ത, പ്രത്യേകം ഓർക്കുക ഇതൊരു ധാരണാപത്രം മാത്രമാണ്, അല്ലാതെ ഒരു എഗ്രിമെൻ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള വലിയ സ്റ്റാൻഡിംഗ് ഒന്നുമില്ല, 1 രൂപ പോലും ഇതുവരെ അതിൻ്റെ പേരിൽ സർക്കാർ വാങ്ങിയിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറാം എന്ന് കേന്ദ്ര സർക്കാർ പോലും പറയുമ്പോൾ പിന്മാറാൻ കഴിയില്ല എന്ന് ഇവിടുത്തെ സർക്കാർ പറയുന്നത് സത്യസന്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് അതിൻ്റെ മറുപടി. കേന്ദ്രമന്ത്രി തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞത് പിന്മാറാം എന്നാണ്. പാർലമെൻറ്റിലാണ് പറഞ്ഞത്, രാഷ്ട്രീയ പ്രസ്താവനയല്ല. പാർലമെൻറ്റിൽ പറയുന്നത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റിയുള്ള റെക്കോർഡ് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താണ് നഷ്ടം? PM ശ്രീ പദ്ധതിയിൽ വന്നില്ല എങ്കിൽ PM ശ്രീ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്നത് മാത്രമാണ്. PM ശ്രീ പദ്ധതി എന്നത് കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് നടപ്പാക്കുന്നത് എന്നാണ് കോൺഗ്രസും ലീഗും അഭിപ്രായപ്പെടുന്നത് എങ്കിൽ ആ പദ്ധതി നടപ്പാക്കാത്തത് കൊണ്ട് എന്ത് നഷ്ടമാണ് സംസ്ഥാനത്തിനുണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. ആ പദ്ധതി നടപ്പാക്കാത്തത് കൊണ്ട് എന്ത് സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത്? ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല. പിന്നെ കേരളത്തിലെ സ്കൂളുകളെല്ലാം തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലും മറ്റ് ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലും ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളെക്കാൾ മുന്നിലാണ് എന്ന് LDFും UDFും അവകാശപ്പെടുമ്പോൾ പിന്നെ എന്തിനാണ് കേന്ദ്രത്തിൻ്റെ പണം വാങ്ങിയിട്ട് ഇനിയും ഈ എല്ലാ സൗകര്യങ്ങളുമുള്ള സ്കൂളുകളെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്? ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് സമഗ്ര ശിക്ഷ അഭിയാൻ്റെ ഫണ്ട് റിലീസിങ്ങുമായി ബന്ധപ്പെട്ട് PM ശ്രീയെ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കൊണ്ട് ആ ഫണ്ട് കിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അതിനും മറ്റു മാർഗങ്ങളുണ്ട്, നിയമത്തിൻ്റെ മാർഗം. എന്തുകൊണ്ടാണ് കേരളം അത് സ്വീകരിക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പല കാര്യങ്ങൾക്കും നമ്മൾ മാതൃകയാക്കാറുള്ള തമിഴ്നാടിനെ നോക്കാം. തമിഴ്നാടിൻ്റെ തീരുമാനം DMK സർക്കാർ അവിടെ ഭരിക്കുമ്പോൾ PM ശ്രീ അവിടുത്തെ സ്കൂളുകളിൽ നടപ്പാക്കില്ല എന്നാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ നിയമപ്രകാരം ഒരു കേസ് കൊടുത്തു. അതിൽ അവർ പറഞ്ഞിരുന്നത് സമഗ്ര ശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ടതോ മറ്റേതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ അവകാശമോ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ട്സ് ഞങ്ങൾക്ക് കിട്ടണം എന്ന് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ഈ വാദങ്ങൾ നടക്കുന്ന സമയത്ത് തമിഴ്നാട് പറഞ്ഞത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രകാരം അവർക്ക് കിട്ടേണ്ടിയിരിക്കുന്ന ഫണ്ടുണ്ട്, ആ ഫണ്ട് റിലീസ് ചെയ്യണം എന്നാണ്. മൊത്തത്തിൽ ഏതാണ്ട് 2000 കോടി രൂപയാണ് കേന്ദ്രം തമിഴ്നാടിന് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 538 കോടി രൂപയുണ്ട്. ഈ 538 കോടി രൂപയുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ സ്കീം എന്നത് PM ശ്രീയുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് അത് വിട്ടുകിട്ടണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ പിന്നീട് കോടതിയിൽ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് അറിയിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയക്കുന്നു. കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് ആ പണം റിലീസ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ 538 കോടി രൂപ കേന്ദ്ര സർക്കാർ തമിഴ്നാടിന് റിലീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. കേരളത്തിനും ഇതേപോലെ തന്നെ നിയമപരമായിട്ട് കേന്ദ്രത്തിനോട് ഈ പണം ആവശ്യപ്പെടാമായിരുന്നു. അതിനു പകരം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ എല്ലാ ആയുധവും വെച്ച് കീഴടങ്ങി സാഷ്ടാംഗ പ്രണാമം നടത്തി നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന വാദങ്ങളെയെല്ലാം തന്നെ വിഴുങ്ങിയതിന് ശേഷം ഈ പദ്ധതി നടപ്പാക്കുകയും എന്നിട്ട് നടപ്പാക്കുമ്പോൾ ബ്ലെയിം പൂർണ്ണമായിട്ടും പിണറായി വിജയനും പഴയ CPM സർക്കാരിനും കൊടുക്കുകയും ചെയ്യുകയാണ്. ഇതാണ് ഇരട്ടത്താപ്പ്. ഇതല്ല ഇരട്ടത്താപ്പെങ്കിൽ മറ്റൊന്നും ഇരട്ടത്താപ്പാവില്ല എന്നും കോൺഗ്രസ് സർക്കാർ മനസ്സിലാക്കണം. ഇനി ഇവിടെ കോൺഗ്രസും ലീഗും UDF സർക്കാരും ഒക്കെ കാണിക്കുന്ന മറ്റൊരു ഇരട്ടത്താപ്പ് കൂടിയുണ്ട്, അഥവാ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള മറ്റൊരു ശ്രമം കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ പദ്ധതി നടപ്പാക്കുന്നത് നമ്മുടെ സ്വന്തം ടേംസിലാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഫല ശ്രമം ഇപ്പോൾ UDF സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പറയുന്നത് PM ശ്രീ പദ്ധതി ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട്, പക്ഷേ അതിൽ 2 കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതിലൊന്ന്, ഈ പദ്ധതിയിൽ പങ്കെടുക്കുന്ന സ്കൂളുകൾ ഏതൊക്കെയാണ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. 2, ഇതുമായി ബന്ധപ്പെട്ട കരിക്കുലം അഥവാ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നതിനുള്ള അവകാശം. ഇത് രണ്ടും ഞങ്ങൾക്ക് വേണം എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രീ VD സതീശനും കൂട്ടരും മനസ്സിലാക്കേണ്ടത്, ഈ പദ്ധതിയുടെ MOU നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ 2 കാര്യങ്ങൾക്കും ഓൾറെഡി അവകാശം അതത് സംസ്ഥാനങ്ങൾക്കാണ്. അതായത് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനം കേന്ദ്രവുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉത്തരവാദിത്തങ്ങൾ, 2 അവകാശങ്ങൾ സംസ്ഥാനത്തിനാണ് കിട്ടുന്നത്. അതിലൊന്ന്, ഏതൊക്കെ സ്കൂളുകളെയാണ് PM ശ്രീ പദ്ധതിയിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇതുമായി ബന്ധപ്പെട്ട കരിക്കുലം തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം അതത് സംസ്ഥാനത്തിനാണ് എന്നാണ്. എന്നുവെച്ചാൽ
ഈ പദ്ധതി പ്രകാരം ഇപ്പോൾ തന്നെ സംസ്ഥാനങ്ങൾക്ക് അവരുടെ പരിധിയിലുള്ള അവരുടെ അവകാശമായി നൽകപ്പെട്ടിട്ടുള്ള 2 കാര്യങ്ങൾ ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ്റെ സർക്കാർ പറയുന്നത്. അങ്ങനെ ഒരു തരംതാണ രാഷ്ട്രീയ തന്ത്രമാണ് ഇവിടെ UDF ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ടേൺ എടുത്ത് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ക്ഷീണം ആ ഒരു വകയിൽ അങ്ങ് വകയിരുത്തി അതിനെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത് യാതൊരു വിധത്തിലുള്ള സത്യസന്ധതയും ഇല്ലാത്ത ഇടപെടലാണ് എന്ന് കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കട്ടെ. ഇനി ഇതിൽ തന്നെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൽ ഈ പദ്ധതി RSS വൽക്കരണമൊക്കെയാണ് എങ്കിൽ മറ്റ് കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ ഇത് എന്തുകൊണ്ട് RSS വൽക്കരണമല്ല എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ള ബാധ്യതയും കോൺഗ്രസിനുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച ശ്രദ്ധിച്ചപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ വക്താവിനോട് ഈ ചാനൽ മോഡറേറ്റർ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾ ഭരിച്ചിരിക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങളിലും ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത് തന്നെ നിങ്ങളാണല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് പല സംസ്ഥാനങ്ങളിലും പലതരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം PM ശ്രീ എന്നത് കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയാണ് എങ്കിൽ അതെല്ലാ സംസ്ഥാനത്തും അതേപോലെ തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇത് കേരളത്തിൽ മാത്രമല്ല സംഖ്യവൽക്കരണമായി മാറുന്നത്, കോൺഗ്രസ് ഭരിച്ചിരിക്കുന്ന രാജസ്ഥാനിലും കോൺഗ്രസ് ഭരിച്ചിരിക്കുന്ന ഹിമാചൽ പ്രദേശിലും അങ്ങനെ തന്നെ ആവണം. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങളിൽ, തെലങ്കാനയിൽ, കർണാടകയിൽ ഒക്കെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ സർക്കാരിന് മുമ്പുണ്ടായിരുന്ന സർക്കാരാണ് ഈ ധാരണാപത്രം ഒപ്പിട്ടതും ഈ പദ്ധതി നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചതും. അതുകൊണ്ട് തന്നെ ഒരു വിവാദവുമില്ലാതെ കോൺഗ്രസിൻ്റെ സർക്കാരുകൾ വന്നപ്പോൾ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ 2 ഗവൺമെൻറ്റുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒന്ന് രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് ഭരിക്കുന്ന സമയത്തുള്ള കോൺഗ്രസ് സർക്കാർ, മറ്റൊന്ന് ഹിമാചൽ പ്രദേശിൽ സുഖ്വീന്ദർ സുഖു ഭരിക്കുന്ന സമയത്തുള്ള കോൺഗ്രസിൻ്റെ സർക്കാർ. ഈ 2 സർക്കാരുകളും അവരുടെ കാലത്ത് തന്നെയാണ് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പിടുന്നത്. അപ്പോൾ ഇത് സംഖ്യവൽക്കരണമാണ്, RSS വൽക്കരണമാണ് എന്നതൊക്കെ ഇവർ വെറുതെ പറയുകയാണ്. അതായത് നല്ലൊരു കേന്ദ്ര പദ്ധതി നടപ്പാക്കിയാൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിന് പോകുമോ എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ PM ശ്രീ സ്കൂൾ എന്ന് പറയുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി താല്പര്യത്തിലാണ് ആ സ്കൂളിലെ ഫെസിലിറ്റീസ് എല്ലാം അപ്ഗ്രേഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ ആൾക്കാരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് BJPക്ക് ഗുണമാകും എന്ന് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ ഇതിനെ എതിർക്കുന്നതിന് വേണ്ടി ഇവർ ശ്രമിക്കുന്നത്. അതല്ലാതെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സത്യസന്ധതയും ഇവർക്കില്ല. ഒരു വിദ്യാഭ്യാസ പദ്ധതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഉണ്ടാകണമെങ്കിൽ അതിന് സിലബസിൽ തൊടണം. പക്ഷേ സിലബസ് നിർണ്ണയിക്കുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം അതത് സംസ്ഥാനങ്ങൾക്ക് തന്നെയാണ് എങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിലേക്ക് ഒരു RSS വൽക്കരണം, ഒരു അജണ്ട നടപ്പാക്കാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ച് ഇവർ തന്നെ വ്യക്തമാക്കണം. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ധാരണാപത്രം ഒപ്പിട്ടത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഇവിടെയുള്ള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ആൾക്കാർ തന്നെയാണ് മറുപടി പറയേണ്ടത്. അതിന് വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ളത് എന്നുള്ള ഒരു അഴകുഴമ്പൻ മറുപടി മതിയാവില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സത്യത്തിൽ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ആരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ എന്നാലോചിച്ച് നോക്കുക. അത് നമ്മുടെ നാട്ടിലെ കുട്ടികളാണ്. നല്ല ലാബ്, നല്ല ക്ലാസ് മുറി ഇതൊക്കെ വൈകുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ തരാതരമുള്ള സൗകര്യാർത്ഥമുള്ള ടേണുകൾക്കിടയിൽ വിദ്യാഭ്യാസം എന്നത് ഒരു ചൂതാട്ട വിഷയമായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിനെ എതിർക്കണോ പിന്തുണയ്ക്കണോ എന്നതെല്ലാം അവരുടെ മാത്രമായിട്ടുള്ള അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. പക്ഷേ സത്യസന്ധമായിട്ടത് ചെയ്യണം. സൗകര്യമനുസരിച്ച് തരാതരം നിലപാട് മാറ്റി തെറ്റായിട്ടുള്ള ന്യായീകരണങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കാനായിട്ട് ശ്രമിക്കരുത്. സത്യത്തിൽ അതാണ് ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പദ്ധതി PM ശ്രീ എന്നത് നാടിന് ഗുണമുള്ള, വിദ്യാർത്ഥികൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഗുണമുള്ള ഒരു പദ്ധതിയാണ് എന്ന പൂർണ്ണമായിട്ടുള്ള ബോധ്യം കോൺഗ്രസിനുണ്ട്, ലീഗിനുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി അത് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പദ്ധതി അങ്ങനെ തന്നെ നേരായി നടപ്പാക്കി കഴിഞ്ഞാൽ അത് BJPക്ക് ഗുണമാകും എന്ന് തോന്നിയത് കൊണ്ട് ഇങ്ങനെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. തീരെ സത്യസന്ധതയില്ലാത്ത, നുണ പറയുന്ന ഈ നിലപാട് ദയവ് ചെയ്ത് കോൺഗ്രസും ലീഗും അവസാനിപ്പിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെയും PM ശ്രീ പദ്ധതി നടപ്പാക്കട്ടെ, വിദ്യാർത്ഥികൾക്ക് നല്ല സൗകര്യങ്ങൾ കിട്ടട്ടെ, നമ്മുടെ നാട്ടിലും മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.